ഡിസംബർ മാസം പാതി പിന്നിട്ടതോടെ ക്രിസ്തുമസ് വിപണി ഉണർന്നു കഴിഞ്ഞു. വിപണി ലക്ഷ്യമിട്ട് പുൽക്കൂട് നിർമ്മാണ സാമഗ്രികളുമായി പാലക്കാട് നിന്നും കൊച്ചിയിലെത്തുന്ന സംഘത്തിന്റെ വിശേഷങ്ങൾ കാണാം. റാസിൻ അൻവർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ക്രിസ്മസിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ മനസ്സിൽ ആദ്യം കടന്നു വരുന്ന ചിത്രം പുൽക്കൂടാണ്. ഇറ്റലിയിലെ ഗ്രസിയോയിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസി നിർമ്മിച്ചതാണ് ആദ്യ പുൽക്കൂട് എന്നാണ് വിശ്വാസം. തിരക്കിട്ടോടുന്ന കൊച്ചിക്കാർക്ക് വേണ്ടി വർഷങ്ങളായി പുൽക്കൂട് നിർമ്മിച്ചു നൽകുന്ന ഒരാളുണ്ട് ഇങ്ങ് കൊച്ചിയിൽ. പാലക്കാട് കഞ്ചിക്കോട് സ്വദേശി ശ്രീധരൻ. വിശേഷങ്ങൾ അറിയാം. കഴിഞ്ഞ 19 വർഷങ്ങളായി എറണാകുളം ഹൈക്കോടതി ജംഗ്ഷന് സമീപത്തെ കപ്പൽ പള്ളിക്ക് മുൻവശത്തായാണ് ശ്രീധരനും സംഘവും പുൽക്കൂടൊരുക്കുന്നത്. വഴിയോര കച്ചവടക്കാരായ ഇവർ 6 മാസം മുമ്പേ പുൽക്കൂടിനായുള്ള പണി ആരംഭിക്കും. അതൊക്കെ റെഡിയാക്കി വെക്കണം. നമ്മൾ ഇതിനായിട്ട് 6 മാസം മുൻപൊക്കെ എല്ലാം റെഡിയാവണം. നമ്മൾ 2007 തൊട്ട് ഇവിടെ തന്നെ, ഇപ്പോൾ 19 വർഷമായി ഇവിടെ വന്നിട്ട്. പിന്നെ ഈ പുൽക്കൂടങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഡിസംബർ 10-ാം തീയതി ശേഷമാണ് ഇങ്ങോട്ട് വരുള്ളൂ. വന്നിട്ട് ഡിസംബർ 25 ശേഷമാണ് അവിടെ പോകുള്ളൂ. പുൽക്കൂടിനാവശ്യമായ മുളയും വൈക്കോലും തയ്യാറാക്കുന്നതാണ് പ്രധാന ഘട്ടം. 1 മാസത്തോളം ദിവസവും വെയിൽ കൊള്ളിച്ചാണ് വൈക്കോൽ ഒരുക്കുന്നത്. ഉപയോഗം പറയാൻ നമ്മൾ മുളയെടുത്ത് കള്ളമുള, പിന്നെ വൈക്കോലൊക്കെ ഇപ്പോൾ പണ്ട് പോലെയല്ല, ഇപ്പോൾ മിസിന് കൊയ്ത്തിലായി എല്ലാം. അപ്പോൾ ഇതായിട്ട് നമ്മൾ പറഞ്ഞ് അതിനുള്ള ആൾക്കാർ നിർത്തിയിട്ടാണ് റെഡിയാക്കി വരുന്നത്. ഇപ്പോൾ കൃഷിയൊക്കെ ഇതായിപ്പോയി. വിവിധ വലിപ്പത്തിലും വ്യത്യസ്ത നിരക്കിലുമാണ് പുൽക്കൂട് ഒരുക്കുന്നത്. പുൽക്കൂടിന് പുറമെ ക്രിസ്മസ് നക്ഷത്രവും ഇവർ നിർമ്മിച്ചു നൽകുന്നു. ചെറുത് 300, പിന്നെ അതിന്റെ വലുത് 350, പിന്നെ അതിന്റെ വലുത് 400. പിന്നെ ആൾക്കാർ പറയുമ്പോൾ നമ്മൾ സൈസിൽ ഉണ്ടാക്കി തരുക. ഏത് സൈസാണെങ്കിലും ശരി, നമ്മൾ വീട് തന്നെ 10 അടിക്ക് വേണം പറഞ്ഞാൽ ഉണ്ടാക്കി തരുക. അതിനുള്ള സാധനം ഉണ്ട്. നമ്മൾ വിറ്റുപോണത് ഏറ്റവും കൂടുതൽ ഈ മീഡിയം സൈസാണ് പറയുന്നത്. നമ്മൾ 350 രൂപ ഉള്ളത് മീഡിയം സൈസാണ് കൂടുതൽ ആൾക്കാർ. പിന്നെ ഇതിനും ചെറുത് ചോദിക്കും. നമ്മൾ ഉണ്ടാക്കാൻ പറ്റാത്തതാണ് ഉണ്ടാക്കുന്നത്. ഇനിയും പുൽക്കൂട് വാങ്ങിക്കാത്ത കൊച്ചിക്കാരോട് നിങ്ങൾക്ക് വേണ്ടി പുൽക്കൂട് ഒരുക്കി ശ്രീധരേട്ടൻ ഇവിടെയുണ്ട്. ക്യാമറ പേഴ്സൺ ജിഷ്ണു കെയറിനോടൊപ്പം റാസിൻ അൻവർ, കേരള വിഷൻ ന്യൂസ്, കൊച്ചിൻ.